ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരു നിമിഷം ഞങ്ങളൊരു മൗനം, അനുശോചനം. ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും, ഗവൺമെൻറ്റും സ്ഥലം MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിലുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല, ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുന്നതുമാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില മുൻകരുതലുകളും മാനദണ്ഡങ്ങളും ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. സ്ഥലം MLA കൂടെ കാര്യങ്ങൾ പറയും. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും നമുക്ക് ആവശ്യം അധ്യാപകരാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്. കുട്ടികൾ വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ തന്നെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സന്തോഷമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ നല്ലതാണ്. നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ്. ഒരു വിദ്യാലയത്തിൽ ഏതാണ്ട് ഒരു അധ്യാപക ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. കൂടാതെ യാത്ര പോയ 1-2 പേര് കൂടി നഷ്ടപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതവും വളരെ ഞെട്ടിപ്പിക്കുന്നതുമായൊരു കാര്യമാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടായ പ്രയാസം വളരെ വലുതാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ സംയോജിതമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റും ഒക്കെ എടുത്ത നടപടികൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ മറ്റ് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് ചെയ്യുവാനും അത് നാട്ടിലെത്തിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റും മന്ത്രിയുമൊക്കെ പ്രത്യേക താല്പര്യമെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു പ്രയാസം എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ള വേദന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.